നമസ്കാരം. വിവര സാങ്കേതിക വിദ്യാരംഗത്തെ ഏറ്റവും വലിയ കമ്പനിയായ ഗൂഗിൾ മാനുഷിക ചിന്തയ്ക്കപ്പുറമുള്ള ഒരു കണ്ടുപിടുത്ത ഫലം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ കോടാനുകോടി വർഷങ്ങളെടുത്ത് ചെയ്യുന്ന ജോലി മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന അതിവേഗ ക്വാണ്ടം കമ്പ്യൂട്ടർ ചിപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഗൂഗിൾ. ഈ ചിപ്പിന്റെ വലിപ്പമാകട്ടെ 4 സെന്റിമീറ്ററും. വലിപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ഈ ചിപ്പിന്റെ പ്രവർത്തന വേഗത അതിശയകരമാണ്. വില്ലോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്വാണ്ടം ചിപ്പുകൾ 5 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിക്കുന്ന ജോലികൾ ചെയ്യാൻ ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പോലും പ്രപഞ്ചത്തിന്റെ പ്രായത്തെക്കാൾ അധികം വർഷങ്ങൾ വേണ്ടിവരും. അതായത് ഇന്ന് നിലവിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലികൾ നിഷ്പ്രയാസം വളരെ വേഗതയിൽ ചെയ്തു തീർക്കാൻ ക്വാണ്ടം ചിപ്പുകൾക്കാകും. പ്രപഞ്ചത്തിന് 1370 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഒന്നിനു ശേഷം 24 പൂജ്യങ്ങൾ ഇടുന്ന സംഖ്യയാണ് ഒരു സെപ്റ്റിലിയൻ എന്നറിയപ്പെടുന്നത്. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്ക് ചെയ്തു തീർക്കാൻ 10 സെപ്റ്റിലിയൻ വർഷങ്ങൾ വേണ്ടിവരുന്ന ജോലികളാണ് വില്ലോ വെറും 5 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കുക. കാലിഫോർണിയയിലെ സാന്താ ബാർബറ ലാബിലാണ് വില്ലോ ചിപ്പ് വികസിപ്പിച്ചെടുത്തത്. വില്ലോയ്ക്ക് ഒരേ സമയം 105 ക്യൂബിറ്റ് പ്രോസസ് ചെയ്യാൻ കഴിയും. ഗൂഗിളിന്റെ തന്നെ സിക്കമോർ പ്രോസസറിന്റെ പിൻഗാമിയാണ് വില്ലോ. 2019 പുറത്തിറക്കിയ സിക്കമോർ ചിപ്പിന്റെ പ്രോസസിംഗ് വേഗം 53 ക്യൂബിറ്റ് ആയിരുന്നു. പിന്നീട് അവയുടെ പ്രവർത്തന വേഗം 70 ക്യൂബിറ്റിൽ എത്തിച്ചു. 30 വർഷങ്ങൾ നീണ്ട ശ്രമകരമായ ഗവേഷണങ്ങളുടെ ഫലമാണ് വില്ലോ എന്ന അതിവേഗ ക്വാണ്ടം കമ്പ്യൂട്ടർ ചിപ്പ്. മൈൻഡ് ബ്ലോഗ്ലിംഗ് എന്നാണ് ഈ മുന്നേറ്റത്തെ ശാസ്ത്ര സംഘം വിശേഷിപ്പിച്ചത്. ഈ കണ്ടുപിടുത്തത്തോടെ വാണിജ്യപരമായി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാമെന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുവന്ന് ഗൂഗിൾ അവകാശപ്പെടുന്നു. ഇന്ന് നിലവിലുള്ള കമ്പ്യൂട്ടറുകൾ ബൈനറി ഡിജിറ്റുകൾ ഉപയോഗിച്ചുള്ള കണക്കുകൂട്ടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവയിൽ ഡേറ്റകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് 0ന്റെയും 1ന്റെയും വിവിധ ക്രമങ്ങൾ വിനിയോഗപ്പെടുത്തിയാണ്. ഇതിനെയാണ് ബിറ്റുകൾ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ വേഗത നിർണ്ണയിക്കുന്നത് അതിന് എത്ര ബിറ്റുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതേസമയം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബൈനറി ഡിജിറ്റുകൾക്ക് പകരം ക്വാണ്ടം ബിറ്റുകളെ അഥവാ ക്യൂബിറ്റുകളെയാണ് ആധാരമാക്കിയിരിക്കുന്നത്. ക്യൂബിറ്റിൽ ഒരേ സമയം 0ത്തെയും 1നെയും ഒരേ മൂല്യത്തിൽ നിലനിർത്താൻ സാധിക്കും. ഇതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ അടിസ്ഥാന തത്വം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പുകൾ നിർമ്മിക്കുന്നത് വിവിധ സൂപ്പർ കണ്ടക്ടിംഗ് മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തിയാണ്. ഇത്തരം സൂപ്പർ കണ്ടക്ടിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മൈക്രോ ചിപ്പുകൾ വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ മാത്രമേ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും സാധിക്കൂ. തെർമൽ എനർജിയെ പരമാവധി ഇല്ലാതാക്കി ഇലക്ട്രോൺ കൈമാറ്റം പരമാവധി വേഗതയിലാക്കാൻ അത് സഹായകമാകുന്നു. അതിനാൽ തന്നെ ഏകദേശം -273 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കും ഇവ വയ്ക്കുക. ഇന്ന് നിലവിലുള്ള മൊബൈൽ ഫോൺ, നോർമൽ കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ ക്വാണ്ടം ചിപ്പുകൾ ഘടിപ്പിക്കാൻ സാധിക്കില്ല. മറിച്ച് ബഹിരാകാശ ഗവേഷണം, ഭൗതിക ശാസ്ത്രം, മെഡിക്കൽ രംഗം, അറ്റോമിക് എനർജി തുടങ്ങിയ ബൃഹത്തായ ശാസ്ത്രശാഖകളിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രയോജനപ്പെടുത്താനാകും. അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ ഇത്തരത്തിലുള്ള വിവിധ രംഗങ്ങളിൽ വലിയ മുന്നേറ്റത്തിന് അത് കാരണമായി തീരുകയും ചെയ്യും. നിലവിൽ വാണിജ്യപരമായ പ്രയോജനമൊന്നുമില്ലെങ്കിലും വരും കാലങ്ങളിൽ കമ്പ്യൂട്ടർ വേഗതയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കും. പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഔഷധ ഗവേഷണം, ഫ്യൂഷൻ എനർജി, ബാറ്ററി ഡിസൈൻ തുടങ്ങി നിരവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ശക്തി പകരാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. വില്ലോയ്ക്ക് മുമ്പ് പ്രചാരത്തിലായ വിവിധ ചിപ്പുകളുടെ പതിപ്പുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഇതിനകം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഇവ പ്രയോജനപ്പെടുമെന്നും ഗൂഗിൾ അവകാശപ്പെടുന്നു. ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ ദ്രവ്യം നിലനിൽക്കുന്ന കണ്ടുപിടുത്തം പ്രയോജനപ്പെടുത്തുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മുമ്പ് സാധ്യമായതിനേക്കാൾ വലിയ കണക്കുകൂട്ടലുകൾ നടത്താനും അതുവഴി ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രയോജനപ്പെടുത്താനും കഴിയുമെന്ന് ശാസ്ത്ര വിദഗ്ധർ പ്രവചിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ MRI സ്കാനുകളിൽ ഇവ ഏറെ പ്രയോജനപ്പെടും. മനുഷ്യ ശരീരങ്ങളെക്കുറിച്ചും രോഗത്തെക്കുറിച്ചുമുള്ള പുതിയ ഡാറ്റ കാഴ്ചകൾ അൺലോക്ക് ചെയ്യാൻ AI-ക്ക് ഇത്തരം ചിപ്പുകൾ ഏറെ സഹായകമായി തീരും. ഗൂഗിൾ വൃത്തങ്ങൾ പറയുന്നു. വാണിജ്യപരമായി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യം 5 മുതൽ 20 വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത്തരം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് എന്നാണ് സാങ്കേതിക വിദഗ്ധർ ഈ കണ്ടെത്തലിനെ വിശേഷിപ്പിക്കുന്നത്. കമ്പ്യൂട്ടറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മരുന്ന് ഗവേഷണത്തിലും AI സാങ്കേതിക വിദ്യയിലും ഈ ചിപ്പിന്റെ കണ്ടുപിടുത്തം വിപ്ലവം
വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത്. സാധാരണ കമ്പ്യൂട്ടറുകൾ ബിറ്റ് അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണ്. എന്നാൽ വില്ലോ ചിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് 105 ക്യൂബിറ്റുകൾ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിക്കപ്പെടുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ വേഗതയും വളരെ കൂടുതലായിരിക്കും. എന്നാൽ പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ ക്യൂബിറ്റുകളെ വളരെ വേഗം സ്വാധീനിക്കും. താപവ്യതിയാനം, സബ് അറ്റോമിക് കണങ്ങളുടെ സ്വാധീനം എന്നിവ ക്യൂബിറ്റുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ തന്നെ ഇവയ്ക്ക് പിഴവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ വില്ലോ ചിപ്പിൽ ക്യൂബിറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഫലപ്രദമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഗൂഗിൾ അവകാശപ്പെടുന്നു. ഇതിലൂടെ വേഗമേറിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കാനും കഴിയും. അതിനാൽ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളും പിഴവുകളും ഇത് സംബന്ധിച്ചുണ്ടായാൽ അപ്പോൾ തന്നെ കണ്ടെത്തി പരിഹരിക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നും ഗൂഗിൾ ചൂണ്ടിക്കാണിക്കുന്നു. വിവരസാങ്കേതിക വിദ്യയിൽ ഇപ്പോൾ ഏറെ പ്രചാരം സിദ്ധിച്ചിരിക്കുന്ന മുന്നേറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ പലതും സാധ്യമാണ് എന്ന് തെളിയിച്ച സാങ്കേതിക വിദ്യയാണ് AI. AI-യുടെ അനന്ത സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ AI-ക്കും അപ്പുറമുള്ള സാങ്കേതിക വിദ്യാ വിപ്ലവത്തിനാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലൂടെ തുടക്കമിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത സൂപ്പർ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ പോലും തകർക്കാൻ കഴിവുള്ള നൂതന സാങ്കേതിക വിദ്യയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് അതിവേഗ ക്വാണ്ടം ചിപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വരും ഭാവി എന്നത് ഈ അതിനൂതന ടെക്നോളജിയുടെ കാലമാണ്. അതിനാൽ തന്നെ വരും നാളുകളിൽ അസാധ്യം എന്ന വാക്ക് തന്നെ ഇല്ലാതാകും. കാരണം ഇനിയുള്ള കാലം എന്തും സാധ്യമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.